ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ 40 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, ചുമ, കണ്ണിന് പിറകിലുണ്ടാകുന്ന വേദന എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. വണ്ടിപ്പെരിയാർ 9, തൊടുപുഴ 8 കേസുകൾ, പുറപ്പുഴ 7, കുമാരമംഗലം 4, അറക്കുളം 3, ദേവിയാർ കോളനി 3, കരിമണ്ണൂർ 3, വാഴത്തോപ്പ് 3 എന്നിങ്ങനെയാണ് ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. പകൽ നേരങ്ങളിൽ കടിക്കുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. രോഗപ്രതിരോധത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് വീടിനുള്ളിലും പരിസരത്തും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ്. ഈ സ്ഥലങ്ങൾ കണ്ടെത്തി കൂത്താടികളെ നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പം ഫലപ്രദമായി പ്രതിരോധ മാർഗം തീർക്കാൻ കഴിയുക. ഫ്രിഡ്ജിന്റെ പിറകിലെ ട്രേ, ചെടിച്ചട്ടിയുടെ അടിയിൽ വയ്ക്കുന്ന പാത്രം, പൂക്കൾ, ചെടികൾ എന്നിവ ഇട്ടുവയ്ക്കുന്ന പാത്രം, ടാങ്ക് മുതലായവയിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴിവാക്കുക. അക്വേറിയത്തിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗാംബോസിയ, മാനത്തുകണ്ണി തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക. വെള്ളമെടുക്കുന്ന പാത്രങ്ങൾ, വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ ഉരച്ച് തേച്ച് കഴുകി ഉപയോഗിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശരീരം നന്നായി മൂടിയിരിക്കുന്ന വസ്ത്രം ധരിക്കുക. കൊതുകിനെ അകറ്റാൻ കഴിവുള്ള ലേപനങ്ങൾ ദേഹത്ത് പുരട്ടുക. കിടക്കുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പകൽ സമയം ജനൽ, വാതിൽ, വെന്റിലേറ്റർ മുതലായവയിൽ കൊതുക് കടക്കാതെ വല ഘടിപ്പിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. രോഗി പരമാവധി സമയം കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കഴിയുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ വിശ്രമിക്കുകയും ചെയ്യുക. സ്വയം ചികിത്സിക്കുവാൻ പാടില്ല. കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ നശിപ്പിച്ച കൊതുക് കടി ഏൽക്കുവാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി.